ഞങ്ങൾ ഗ്രീൻലാൻഡ് ഇന്ന് രാത്രി പിടിക്കും. പത്രസമ്മേളനത്തിൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞിരിക്കുക. മര്യാദയ്ക്ക് ഞങ്ങൾക്ക് എഴുതി തന്നു, അല്ലെങ്കിൽ ഞങ്ങളിത് പിടിക്കും, മര്യാദയ്ക്കെങ്കിൽ മര്യാദ എന്നുള്ള ഒരു ഹിറ്റ്ലർ മോഡൽ വാണിംഗ് നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ലോകത്തിന്? അല്ല, ഡൊണാൾഡ് ട്രംപിൻ്റെ ലോകം എന്ന് പറയുന്നത് ഇതുവരെയുള്ള ലോകമല്ല. അതൊരു പുതിയ ലോകം. ആ പുതിയ ലോകത്തിൻ്റെ ക്രമം എന്ന് വെച്ചാൽ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് ട്രംപാണ് എഴുതുന്നത്, മറ്റുള്ളവരല്ല. അതിൻ്റെ സൂചന നമ്മൾ പലയിടങ്ങളിൽ നമ്മൾ കണ്ടു. പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നമ്മളെ ഞെട്ടിച്ചതാണ്. അതെ, നേരത്തെ ഇന്ത്യയുടെ ഒരു വിഷയമുണ്ടായ സമയത്ത്, ഇന്ത്യയുടെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിന് ശേഷം നമ്മളെ ഞെട്ടിച്ച ഒരു കാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കാതെ അസീം മുനീറിനെ വിളിച്ച് ട്രംപ് അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തത്. അവർ തമ്മിൽ വ്യവസായ ഇടപാടുകളുണ്ട്. അല്ല, ശരിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് രാജ്യത്തിന് ചില നിയമങ്ങളും രീതികളും നടപടിക്രമങ്ങളും ഒക്കെ ഇല്ലേ? ഇയാൾ തന്നെ പറഞ്ഞ ലോകത്തിന് അങ്ങനെ നിയമക്രമമൊന്നുമില്ല. അതാണ് പ്രശ്നം. ട്രംപ് അങ്ങനെ അത് മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. ഹിറ്റ്ലർ ഒരു ഹിറ്റ്ലറായി കഴിഞ്ഞു. ഹിറ്റ്ലർ പോലെയല്ല, ഹിറ്റ്ലറേക്കാൾ വ്യത്യസ്തനായിട്ടുള്ള ഒരു സ്വേച്ഛാധിപതി. അമേരിക്ക ജനാധിപത്യത്തിൻ്റെ പൂക്കാലമാണ് ലോകത്തിന് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മൾ അമേരിക്കയുടെ ചിത്രങ്ങൾ കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് ഫ്രീഡം ലാൻഡ് സ്റ്റാച്യു ആണ്, സ്വാതന്ത്ര്യ പ്രതിമ. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് അങ്ങനെ ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യത്തിലും വിശ്വസിക്കുന്ന ഒരു ജനതയാണ്. ശരി, ആ ജനതയിൽ നിന്നാണ് പുതിയ ഒരു പ്രസിഡന്റ് രൂപപ്പെട്ടു വരുന്നത്. ആ പ്രസിഡന്റ് പക്ഷേ അങ്ങനെ ജനാധിപത്യ വിശ്വാസിയല്ല, ജനാധിപത്യമല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പറയുന്നത് ഇതാണ് അമേരിക്കനിസം എന്നാണ് പറയുന്നത്. ഇതാണ് അമേരിക്കനിസം. അമേരിക്കയുടെ പ്രൗഢി, അമേരിക്കയുടെ ശക്തി, അമേരിക്കയുടെ സംവിധാനങ്ങൾ, അതെല്ലാം ലോകം അംഗീകരിക്കണം. ലോകത്തെ അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പുതിയ രീതി. ഇപ്പം ഇത് പുതിയതാണെന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ ക്രമങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വളർന്ന് വികസിച്ചത്. അങ്ങനെ വന്ന സമയത്ത് ലോകങ്ങൾക്കെല്ലാം അവരുടേതായിട്ടുള്ള ഒരു ടെറിട്ടറിയും ആ ടെറിട്ടറിക്കകത്ത് കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള ശേഷിയും അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യ തീരുമാനിച്ചു പുറത്തു നിന്ന് വരുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് ചുങ്കമടക്കണം. അങ്ങനെ ചുങ്കമടക്കാനായിട്ട് കർശനമായ നിർദ്ദേശം നടപ്പിലാക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് ഒന്നുമില്ല, ഒരു വ്യവസായമില്ല, ഒന്നുമില്ല, വളരെ ദരിദ്രമായ രാഷ്ട്രമാണ്. നമുക്ക് വ്യാവസായികമായിട്ടുള്ള കുതിപ്പിലൂടെ മാത്രമേ ഒരു വികസിത ഇന്ത്യയായിട്ട് മാറിത്തീരാനായിട്ട് കഴിയൂ. അതിനുവേണ്ടി നമ്മൾ ഘനവ്യവസായങ്ങളൊക്കെ ആരംഭിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. പക്ഷേ അന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി കുറവാണ്. ഈ ക്വാളിറ്റി കുറവാണ് എന്നുള്ളതിൻ്റെ പേരിൽ നമ്മുടെ ആളുകൾ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വിദേശത്ത് നിന്ന് വരുന്നത് വാങ്ങാൻ തീരുമാനിക്കുന്നു. ആ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ വ്യവസായങ്ങൾക്ക് വളർച്ചയുണ്ടാവില്ല. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ് ഒരു സംവിധാനത്തിനകത്ത് വിദേശ രാജ്യങ്ങളിൽ വരുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇറങ്ങുന്നതിന് നല്ല തരത്തിൽ നികുതി അടപ്പിച്ചത്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കള്ളക്കടത്തെന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഒന്ന് വളർന്നു വന്നത്. 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ, അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്റ്റായിരുന്നു ഹാജി മസ്താൻ. അങ്ങനെ ഒരുപാട് കക്ഷികൾ. അപ്പോൾ ഇവരൊക്കെ കള്ളക്കടത്ത് രാജാക്കന്മാരായിരുന്നു. അപ്പോൾ ആ കള്ളക്കടത്തിൻ്റെ ആ പ്രതിഭാസം രൂപപ്പെട്ടതിന് ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാഷ്ട്രങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് വലിയ തടസ്സമാണെന്ന് കണ്ടതിന് ശേഷമാണ് WTO എന്ന് പറയുന്ന ഒരു ലോക വ്യാപാര സംഘടന രൂപപ്പെടുത്താനായിട്ട് അമേരിക്ക മുൻകൈ എടുക്കുന്നത്. സാറിന് അറിയാലോ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന്. ആ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമാകുന്ന ആളുകൾക്ക് മാത്രം ഉൽപ്പന്നങ്ങൾ പരസ്പരം വിൽപ്പന നടത്താനായിട്ടുള്ള വ്യവസ്ഥ ഉണ്ടാക്കുകയും അങ്ങനെ ഇന്ത്യ അടക്കമുള്ള ലോകത്തൊട്ടുമിക്ക രാഷ്ട്രങ്ങളും അതിൽ പങ്കാളികളായി തീരുകയും ചെയ്യും. അപ്പോൾ അതിനൊരു നിയമ നടപടിക്രമങ്ങളുണ്ട്. ആ ചട്ടത്തിനകത്ത് നിന്നാണ് പ്രവർത്തിക്കേണ്ടത്. ആ ചട്ടമൊക്കെ പൊളിച്ചത് അമേരിക്ക തന്നെയാണ്. ഇപ്പോൾ ആരുടെ നേതൃത്വത്തിൽ? ട്രംപിൻ്റെ നേതൃത്വത്തിൽ. ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു.
ഒരു വ്യവസ്ഥയില്ല, ക്രമമില്ല, ഒന്നുമില്ല. ലോകക്രമമില്ല. ഞങ്ങൾ പറയുന്നു നിങ്ങൾ അവിടെ നിന്ന് എണ്ണ വാങ്ങരുത്, വാങ്ങരുത്. അതിന് നിയമമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ പറയുന്നു. അതുപോലെ തന്നെയാണ് വെനിസ്വലയിൽ നിന്ന് പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി. ഇവൻ വലിയ എന്താണ് ലഹരി കടത്തുകാരനാണ്, ലഹരി കുറ്റവാളിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ബോക്കോ ഹറാം മാതൃകയിൽ അവിടുന്ന് സ്കൂളിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് ഇയാൾ നൈജീരിയ ചെന്ന് ബോംബിട്ടു. ഇയാൾക്കാർ ബോംബിടും. ഇയാൾ പറഞ്ഞത് അവിടെയൊക്കെ ഇടപെടും എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, ബോംബിട്ടു. അതെ, അല്ല അത് മാത്രമല്ല ഇനിയും ഇടപെടും, ശരിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എവിടെയും ബോംബിടാനുള്ള അവകാശം ആർക്കുണ്ട്? അമേരിക്കയ്ക്ക് ഉണ്ട്. തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഈ നമുക്കറിയാലോ സെപ്റ്റംബർ 11 എന്ന് പറയുന്നത് അമേരിക്കയിലെ 2 ടവറുകൾ വിമാനം വെച്ച് തീവ്രവാദികൾ തകർത്താണ്. ഇങ്ങനെയാണ് തീവ്രവാദികൾ ഉണ്ടാവുന്നത്. ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന അമേരിക്ക ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അത് അതിൻ്റെ ഉത്തരവാദിത്വം അമേരിക്ക തന്നെയാണ്. അമേരിക്ക തന്നെയാണ് അതൊക്കെ നിർമ്മിക്കുന്നത്. ഇനിയും ഇതൊക്കെ നിർമ്മിക്കും. കാരണം എന്താണ്, ഇങ്ങനെയാണല്ലോ നടത്തുന്നത്. ഇപ്പോൾ എന്താണ് വെനിസ്വലയിൽ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് അവരുടെ എണ്ണ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു. കൊള്ളയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഗ്രീൻലാൻഡിനോട് പറയുന്നത് വെച്ചാൽ കാശ് വേണമെങ്കിൽ തരാം. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ റിയൽ എസ്റ്റേറ്റുകാർ വന്ന് ഭീഷണിപ്പെടുത്തി തല്ലി കെട്ടിയൊക്കെ ഇട്ട് അല്ലേ? അങ്ങനത്തെ ഭീകരമാണ്. പക്ഷേ നിന്റെ ചരിത്രം ഇങ്ങനെ വന്നേരം അതിന് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറയുന്ന പോലെ ഒരു തെമ്മാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ചരിത്രമല്ലേ അപകരി. ഡെൻമാർക്കാണ് അതിൻ്റെ ഭരണാധികാരി. അവരോട് പറയുകയാണ് ചെയ്യുന്നത്, കാശ് എന്നതിൻ്റെ അവരോടല്ല പറയുന്നത്. ശരിക്കും ഇവിടെ ഗ്രീൻലാൻഡിലുള്ള പൗരന്മാരോട് പറയുകയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇത്ര $1 വെച്ച് തന്നാക്കാം, എല്ലാം പോയിക്കളും ഇടുന്ന പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഒരു തലതെറിച്ച തെമ്മാടിത്തരം. ആത്മാഭിമാനം വില കൊടുത്തു. അതെ, അവർക്കൊന്നും ആത്മാഭിമാനം ഒന്നുമില്ല. ആ അമേരിക്കക്കാർക്കും ഈ ട്രംപിന് മാത്രം മതിയെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ പറയുന്നുണ്ട്, കാശ് തന്ന് പോയില്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ തട്ടും. ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അതല്ലെങ്കിൽ കാണിച്ചു തരാം. ഇന്ന് രാത്രി പട്ടാളം. അതെ, അവിടെ പട്ടാളം പറന്നിറങ്ങിയെടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രീൻലാൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വെനിസ്വലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ലോകത്തെ 1ാമത്തെ സൈനിക ശക്തിയാണ്. മര്യാദ ഇല്ലാതെ ഈ സൈനിക ശക്തി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയാൽ പിന്നീട് ഇത് പോയി തീരുക ഒരു ലോകയുദ്ധത്തിലേക്കായിരിക്കും. 1ാം ശക്തി കഴിഞ്ഞാൽ പിന്നെ 2-3 ശക്തികളൊക്കെ ഉണ്ടല്ലോ. അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഇവർക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നത് റഷ്യയുടെ എണ്ണ കൊണ്ടുപോകുന്ന ചില കപ്പലുകളെല്ലാം 4 കപ്പലുകൾ കണ്ടവർ പിടിച്ചെടുത്ത്. റഷ്യക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 2ാമത്തെ ലോകശക്തി ഫ്ലാഗ് വഹിക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ കപ്പലല്ലെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്, വിശദീകരിച്ചിരിക്കുന്നത്. അവരുടെ കപ്പലല്ല. ഇപ്പം പിന്നെ ഫിലിപ്പീൻസിൻ്റെ ഒരു കപ്പൽ നമ്മൾ ഫിലിപ്പീൻസിനോട് ചോദിച്ചപ്പോൾ അവരുടെ അല്ല കപ്പലെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കടൽ തീരത്ത് മുങ്ങിയത്. ആ കൊടി വെക്കുന്ന അല്ല രാജ്യം. അങ്ങനെ വരാം. അല്ല, അത് രാജ്യത്തിന്റെ കപ്പലായിരിക്കില്ല, അവിടുത്തെ ഏതെങ്കിലും കമ്പനികളുടെ കപ്പലായിരിക്കും. അങ്ങനെ വരാൻ സാധ്യത. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡാനിഷ് പ്രൈം മിനിസ്റ്റർ മെറ്റെ ഫ്രെഡറിക്സൺ അദ്ദേഹം പറഞ്ഞത് വി വിൽ ഡിഫൻഡ് എന്നാണ് പറയുന്നത്. നാറ്റോ സഖ്യത്തിലെ അംഗമാണ്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക കാലെടുത്ത് വെച്ചാൽ ഗ്രീൻലാൻഡിൽ അപ്പോൾ ഞങ്ങൾ നാറ്റോ സഖ്യം അവസാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞു, നാറ്റോ സഖ്യം പൂട്ടിക്കെട്ടി. റഷ്യ എന്ന് പറയുന്ന രാജ്യം അപ്പുറത്ത് കിടപ്പുണ്ട്. ഗ്രീൻലാൻഡ് ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് റഷ്യയുണ്ട്. അപ്പോൾ റഷ്യയ്ക്ക് ഒരു താല്പര്യം, ഇന്ന് റഷ്യ ചിലപ്പോൾ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ? കാരണം മറ്റാർക്കുമില്ലാത്ത വിധം ഭൂമിയുടെ അങ്ങേ അറ്റം വരെ പോകാൻ തയ്യാറെടുപ്പുള്ള കഴിവുള്ള ഒരു ആണവമായിട്ടുള്ള ആറ്റോമിക്കായിട്ട് പ്രൊപ്പൽഷനുള്ള ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു ആയുധം ഇപ്പോൾ അവർ മിസൈൽ ഇപ്പോൾ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് അമേരിക്കയിൽ ഏത് ഒരു ഡിഫൻസ് സിസ്റ്റത്തിനും അത് പിടിച്ചു നിർത്താൻ കഴിയില്ല. അതുപോലെ ശക്തമായ ആയുധം. പക്ഷെ അങ്ങനെ തീരുമാനിക്കാൻ അവർക്ക് പറ്റണ്ടേ? തീരുമാനമുണ്ടല്ലോ. ഇതിപ്പോൾ ട്രംപിന് തീരുമാനിക്കുന്ന ആരോടും ചോദിക്കേണ്ടതില്ല. പുള്ളിയുടെ ശരിക്കും പറഞ്ഞതിനിടയിൽ എന്താണ് കല്ലിളകി പോയി. പക്ഷേ അതേപോലെ റഷ്യയുടെയും കല്ലിളകിയ ഈ പ്രാന്തന്മാർ തമ്മിൽ അടിക്കും. അതെ, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ ട്രംപിൻ്റെ ശബ്ദം മാത്രമായിരിക്കും മിക്കവാറും കേട്ടെ. ഇന്ന് ഗ്രീൻലാൻഡ് പിടിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചിരിക്കും. അത് ഇങ്ങനെ പലതും പിടിച്ചു പോകുമ്പോഴായിരിക്കും പിന്നീട് ചിലപ്പോൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ വരിക. റഷ്യയെ അവർ ആക്രമിക്കാൻ തയ്യാറാവുന്നില്ല. റഷ്യയുമായിട്ടൊരു മത്സരത്തിനില്ല, നടക്കില്ലെന്നറിയാം. അല്ല, ഇതിനില്ല. ചെറിയ ചെറിയ മീനുകളെയൊക്കെ ഞാൻ പിടിക്കുന്നത് നീ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കും.
നീ വേണേ അപ്പുറത്ത് വേറെ പിടിച്ചോ. ചൈന അങ്ങനെ തൈവാൻ പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ 2-3 പരിപാടി കഴിഞ്ഞാൽ ചൈന ഉടനെ തന്നെ തൈവാൻ പിടിക്കും. നമുക്ക് കാണാവുന്ന കാര്യം. ചരിത്രത്തിൻ്റെ ഒരു പാഠമുണ്ട് മാഷെ, നമുക്ക് മറക്കാൻ പാടില്ല. 2ാം മഹാലോക യുദ്ധവും ഇങ്ങനെയാണ് ഉണ്ടായത്. ഓസ്ട്രിയക്കെതിരെ നടപടി ഹിറ്റ്ലർ സ്വീകരിച്ചപ്പോഴാണ് അവിടെ ആദ്യത്തെ യുദ്ധം ഉണ്ടായത്. അപ്പം ബ്രിട്ടൻ ഇടപെട്ടു, വിൻസ്റ്റൺ ചർച്ചിൽ ഇടപെട്ടു. അതോടുകൂടിയാണത് ലോകയുദ്ധമായിട്ട് പരിണമിച്ചത്. അതെ, അതൊക്കെ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, കടിഞ്ഞാണില്ലാതെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കാം. അതായത് ആരാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആവശ്യപ്പെടുന്ന ആളാണ്. ലോക സമാധാനം ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുക. ആ സമ്മാനം കൊടുത്തിരുന്ന ഈ പ്രശ്നം എന്തൊരു കഷ്ടമാണല്ലേ. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.